എല്ലാ വാതിലും അടഞ്ഞു എന്ന് തോന്നുമ്പോഴാണ് ചില ആളുകൾ ആത്മഹത്യ ചെയ്യുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഏതാൾക്കും തോന്നും അങ്ങനെ. പൈശാചികമായിട്ടൊരു തോന്നിപ്പിക്കൽ വരും. പടച്ചോനെ, ഞാൻ മാനം കെട്ടു റബ്ബേ, ഞാൻ മാനം കെട്ടു, ഞാൻ മാനം കെട്ടു. അത് വല്ലാത്തൊരു അവസ്ഥ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇസ്സത്ത് നഷ്ടപ്പെടുക എന്നുള്ളത്, സമ്പത്ത് നഷ്ടപ്പെട്ടാൽ അതൊരു നഷ്ടമല്ല. ദുനിയാവിൽ മറ്റെന്ത് നഷ്ടപ്പെട്ടാലും അതൊരു നഷ്ടമല്ല. ഒരാളുടെ ആ അഭിമാനം, ഇസ്സത്ത് ഉണ്ടല്ലോ, മാനക്കെട്, അത് ചിലപ്പോൾ ഭയങ്കര. മാനുയിലേര് ആള് കുഴപ്പമൊന്നുമില്ല. ഒരു ഉദാഹരണം പറയാം, എന്നെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ പറ്റി ഇനിയിപ്പോൾ ഈ നോമ്പ് വെച്ചിട്ട് നിങ്ങളെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ഇനി ബുദ്ധിമുട്ടാണ്. ആള് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വേറെ ചില കാര്യത്തിലൊരു മോശമാണ് എന്നോട് പറഞ്ഞു നോക്കുക. അത് ഞാൻ അറിഞ്ഞു നോക്കുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മളെല്ലാവരും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ പരിഹരിക്കാൻ നിൽക്കൂല. അതാണ് അപ്പുറത്തിന് പൈശാചികമായിട്ട് മനസ്സിൽ ദുർബോധനം നൽകി ആത്മഹത്യ ചെയ്യും. അതുകൊണ്ടാണ് വണ്ടിയുടെ മുന്നിലൊക്കെ ചില ആളുകൾ ചാടുന്നു കണ്ടിട്ടില്ലേ, ആത്മഹത്യ ചെയ്യുക. വലിയ ഉയരമുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് ആളുകൾ ചാടി ആത്മഹത്യ ചെയ്യും. രണ്ടാളുകൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിട്ട് രണ്ടാളുകൾ ഇന്നാൾ എനിക്ക് വിളിച്ചു. അതിൽ ഒരാൾ, അത് ഗുരുതരമായ തെറ്റ് അവരെയൊക്കെ സംഭവിച്ചു. അവരെ ആത്മഹത്യ ചെയ്യുക. അവർ ഗൾഫിലാണ്, രണ്ടുപേരും. അവർ ഭാര്യയും ഭർത്താവും. അവരെ ആത്മഹത്യ ചെയ്യണതിൻ്റെ മുമ്പ് നമ്മുടെ ഒരാള് അവർക്ക് വിവരം കൊടുത്തു. നിങ്ങൾ അബദ്ധം ചെയ്യരുതേ, നല്ലൊരു പരിഹാരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻ്റെ നമ്പർ കൊടുത്തു. ഇൻ്റെ നമ്പർ കൊടുത്തു. ഇപ്പോഴും അപ്പോഴും ആ ആളുകളെ എനിക്കറിയില്ല. ഇപ്പോഴും അപ്പോഴും ഞാൻ ഈ പള്ളിയിൽ വെച്ച് നോമ്പുകാരനായ നിലയിൽ ഈ ബറക്കത്താക്കപ്പെട്ട മജ്ലിസിൽ വെച്ച് പറയാണ്, ഇപ്പോഴും അപ്പോഴും ആ ആളുകളെ എനിക്കറിയില്ല. ഇൻ്റെ നമ്പർ കൊടുത്തോനെ എനിക്കറിയാം. അത്രേ ഉള്ളൂ. അവർ ആത്മഹത്യ ചെയ്യണം. എന്ന് ആത്മഹത്യ. അതിൽ പെണ്ണിൻ്റെ ഉമ്മയും ബാപ്പയും അവിടെ ഉണ്ട്, എല്ലാവരും അവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ അവർ രണ്ടുപേരും എടുത്ത തീരുമാനമാണ് ജീവിക്കണില്ല. പക്ഷേ അൽഹംദുലില്ലാഹ് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തത് കാരണം അവരെനിക്ക് വിളിച്ചു, ഉസ്താദേ രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല, ഞങ്ങൾ ഇന്ന് ഇന്ന പണി ചെയ്യും. പക്ഷേ ഞാൻ അവരോട് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര വയസ്സുവരെ നിങ്ങൾ മുസ്ലിമീങ്ങളായി ജീവിച്ചവരാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും വഴിപാടിലുമായി ജീവിച്ചവരാണ്. ഈ സമയം മുതൽ നിങ്ങൾ അതിൽ നിന്ന് പോവുകയാണ്. നിങ്ങൾ ഇന്നാലിന്ന രൂപത്തിലാണ് നിങ്ങളുടെ മരണം വരാൻ പോകുന്നത്. നിങ്ങളുടെ രണ്ട് മക്കൾ യതീമായി എന്ന് മാത്രമല്ല, ഇന്നാലിന്ന ആളുകളുടെ ആത്മഹത്യ ചെയ്ത ആളുകളുടെ മക്കളാണ് ഈ മക്കള് എന്ന മരണം വരെ ആ മക്കളുടെ പേരിൽ നിന്ന് പോകൂല എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു 10 മിനിറ്റ് മാത്രമാണ് ഞാൻ ഉപദേശിച്ചത്. ശ്രേഷ്ഠമായ ഒരു കാര്യം പറഞ്ഞ് അവരെ ഉപദേശിച്ചു. അൽഹംദുലില്ലാഹ് എൻ്റെ ഫോണിൽ അവരുടെ നമ്പർ എൻ്റെ ഫോണിലുണ്ട്. എനിക്ക് അവരിങ്ങനെ അടിക്കും ഇടക്കിടക്ക്. ഇന്ന് വരെ വല്ലാഹി സത്യം ഞാൻ നിങ്ങളുടെ എവിടെ ഉള്ളതാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എല്ലാ വാതിലും അടഞ്ഞു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ടാകും. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, ആത്മഹത്യ ചെയ്യരുത് എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ദുആക്ക് ഇജാബത്തുണ്ട്, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. ആ വാതിലിന്റെ പേരെന്താണെന്നറിയോ? ബാബുർ റഹ്മ, അനുഗ്രഹത്തിന്റെ കവാടമാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കവാടം തുറന്നു കിടക്കുന്നുണ്ട്. നിങ്ങൾ ആശമുറിയണ്ട.